ഇതാണ് തേയിലത്തോട്ടം. ഉമ്മ ചോദിച്ചു ഇതുകൊണ്ടാ ചായപ്പൊടി ഉണ്ടാക്കണം. ഉമ്മ ആദ്യമായിട്ടാണ് തേയിലത്തോട്ടം കാണുന്നത് ഗൈസ്. ചായപ്പൊടി തോട്ടം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാ ചായപ്പൊടി ഉണ്ടാക്കുക. എന്താ വെച്ചേ ഉമ്മ? അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളത് വയനാട് ചൂരൽമല പ്ലാന്റേഷൻ വില്ല റിസോർട്ടിലാണ് കേട്ടോ. ഈ വീഡിയോ യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഷോർട്സ് വീഡിയോസാണ് ഇടല്. അപ്പോൾ വയനാട് പ്ലാന്റേഷൻ വില്ല റിസോർട്ട് നമുക്കൊന്ന് കണ്ടാലോ? വാവിനോ നമുക്ക് പോയി നോക്കുക. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അതായത് പ്ലാന്റേഷൻ്റെ അതായത് തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂയോട് കൂടിയുള്ള റിസോർട്ടാണ്. വരുന്ന വഴിക്ക് തന്നെ പിന്നെ ഒരു പ്ലാന്റേഷൻ വില്ല കാണിച്ചു കൊടുത്താൽ പ്ലാന്റേഷൻ അതായത് ടെൻ്റൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഭാഗം കാണിക്കുക. അതുപോലെ ഇങ്ങോട്ട് നോക്കാം, ഇവിടെ ഒരു മീനിൻ്റെ ഒരു കുളം കാണുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബോർഡ് കളിക്കാനുള്ള അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ഒരു കേവ് ഹൗസ് ഉണ്ട്. കേവ് ഹൗസ് അത് കറക്റ്റ് കാട്ടി കൊടുത്താൽ കേവ് ഹൗസ് ഉണ്ട്. ഇത് നമ്മളെ ഇതിലേക്ക് പോണേ ടെൻറ്റിക്ക് പോണ വഴിയാണ്. ടെൻറ്റ് മേലുണ്ട്. അടിപൊളി ടെൻറ്റൊക്കെ സ്റ്റേ ചെയ്തിട്ട് പോവാം. അതേപോലെ തന്നെ തായ് ഭാഗത്തേക്ക് വരണം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂള് എന്ന് പറയുന്നത് തേയിലത്തോട്ടം കണ്ട് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൂള് പോയേക്കാം. പൂള് അടിപൊളി പൂളാണ് കേട്ടോ. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും അടിപൊളിയാണ്. അവിടുന്ന് പൂളിന്റെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് പൂളിക്ക് പോയേക്കാം. പൂള് അടിപൊളിയായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പൂളിൽ കുളിക്കുന്നത് ആ ഒരു വ്യൂ കണ്ടിട്ടായിരിക്കും. അതായത് തേയിലയും അതൊക്കെ കണ്ടിട്ടുള്ള അടിപൊളി ഒരു പൂൾ കിട്ടും. അത് കണ്ടോ, സെറ്റപ്പ് ആണ്. അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയും പ്ലാന്റേഷൻ വില്ല എന്ന് എഴുതിയിട്ട് ആ ഭാഗം ഇങ്ങോട്ട് കാണിച്ചിട്ട് മിന്നോ ഈ ഭാഗം കാണാൻ അടിപൊളി കേട്ടോ. ഈ പൂളിൽ ഇരുന്നുകൊണ്ട് തേയിലത്തോട്ടം കണ്ട് ഇങ്ങനെ കുളിക്കുക എന്ന് പറയുന്നത് വേറെ വൈബ് തന്നെ. എന്തായാലും ഞാൻ ഒരുപാട് റിസോർട്ടുകൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി റിസോർട്ട്, കാരണം എന്താ വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുട്ടികൾക്ക് ഒരു സൈഡിലും ഫാമിലികൾക്ക് സൈഡിലും ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കുളിച്ചു ഉഷാറാക്കി വന്ന ഒരു ഏരിയ കേട്ടോ. സെറ്റപ്പാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത ഫാമിലി കോട്ടേഴ്സ് അവിടെയാണ്. അപ്പൊ ഗായ്സ് ടെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ടെന്റ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫാമിലികൾക്ക് കുട്ടികൾക്ക് ഒരു ടെന്റിൽ 4 ആൾക്ക് കിടക്കാൻ പറ്റിയ രീതിക്കുള്ള അടിപൊളി ടെന്റാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇതിലൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ചെറിയ ടെന്റ്, അതുപോലെ തന്നെ ഇതിൽ കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വേറെ വെറൈറ്റി ആയിക്കാരം. ടെന്റിന്റെ ഇതൊക്കെ മൂടി ഇതാക്കി വെച്ചതാ. ടെന്റിന്റെ ഉള്ളിൽ കൊടുത്താ പിന്നെ അടിപൊളി ഏരിയ ആണ്. ടെന്റിന്റെ ഉള്ളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 16 ഒരേപോലത്തെ ടെന്റുകളാണ് വരുന്നത്. ഒരു ഫാമിലിയിലെ ഒരു 10-30 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റൂട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒരു ട്രാവലറിലും ബസ്സിലൊക്കെ വരികയാണെങ്കിൽ 30ഓളം ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അവരൊരു പ്രോപ്പർട്ടി തന്നെ ഇട്ടത്. റൂമിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി. ഒരു ഫാമിലിയിൽ 5 മക്കളും കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉറങ്ങാൻ പറ്റും. നല്ലൊരു ബെഡ്റൂം ഏരിയ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചൺ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡൊക്കെ വെക്കാൻ പറ്റിയൊരു കിച്ചണ്, അങ്ങനെ പിന്നെ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പിൾസ് ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, കപ്പിൾസ് കോട്ടേജിൽ. ഇവിടുത്തെ വ്യൂ ആണ് അടിപൊളി കേട്ടോ. മേലെ ഭാഗത്ത് നിന്നിട്ട് അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടില്ലേ. നല്ലൊരു പൂൾ അവിടെ ഉണ്ട് കണ്ടോ. അടിപൊളി വ്യൂ ആണ് ഇതിൽ. ഞങ്ങളടുത്തെ കോട്ടേജാണ് കേട്ടോ. ഇത് ഫാമിലി കോട്ടേജാണ്. അടിപൊളി വ്യൂവിൽ കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല സ്പേസസ് ആയിട്ടുള്ള അടിപൊളി കോട്ടേജാണ് കേട്ടോ. അങ്ങനെ വന്ന് പോന്നിട്ട് അടിപൊളി ഒരു ഏരിയ. അതിന്റെ മേലെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് സംഭവം തന്നെയാണ്. ഏറ്റവും പ്രത്യേകത എന്താ പറയുക, ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ സിറ്റ് ഔട്ടിന് ഇതിൻ്റെയൊക്കെ വ്യൂ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നോക്കാം. ചുറ്റോറം തേയിലത്തോട്ടയും ഇതൊക്കെയാണ്. ഇത് നമ്മളെ ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല, പുത്തുമല ആ ഏരിയകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അടിപൊളി റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കോഴിക്കോട് ടീമിൻ്റെ ആണ്. റൂമിന് പറഞ്ഞിട്ടാ റൂമൊക്കെ അടിപൊളി സെറ്റപ്പ് ഉണ്ടോ. നല്ല സ്പേസസ് ആയില്ല. ബാത്റൂം ഇതൊക്കെ കാണിച്ചു കൊടുക്ക്. കിച്ചൺ അതിനുള്ളിൽ തന്നെ ഒരു കോമൺ കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചണൊക്കെ സെറ്റപ്പ് അല്ലേ മിന്നോ. അടിപൊളി വ്യൂ തേയിലത്തോട്ടം കേട്ടോ. ബേബിന്റെ കൂടെ എടി പെണ്ണെ തേയിലത്തോട്ടം കാണാൻ ഇറങ്ങിയേക്കാണ്. ഉമ്മ മുന്നിൽ നടക്കുന്നുണ്ട്. നടക്കാൻ വിചാരിക്കും. എത്ര ഉമ്മ നോക്കണ്. ആ തട്ടി തടഞ്ഞു വീണ നല്ല രസം ഉണ്ടാവും. ഇതാണ് തേയിലത്തോട്ടം. ഉമ്മ ചോദിച്ചു ഇതുകൊണ്ടാ ചായപ്പൊടി ഉണ്ടാക്കണം. ഉമ്മ ആദ്യമായിട്ടാണ് തേയിലത്തോട്ടം കാണുന്നത് ഗൈസ്. ചായപ്പൊടി തോട്ടം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാ ചായപ്പൊടി ഉണ്ടാക്കുക. എന്താ വെച്ചേ ഉമ്മ?
ഇത് ചായപ്പൊടിയുടെ ചൂരുപടല്ല, അത് ആദ്യമായിട്ട് ചായപ്പൊടി തോട്ടം കണ്ട ഉമ്മാന്റെ എക്സൈറ്റ്മെന്റ് ഗൈസ്. ബേബി മോളെ പൊന്നട്ടെ, ഓള് പൊന്നറ്റ താക്കണ്, ഞങ്ങളെ കുട്ടി താക്കണ്, തേയിലത്തോട്ടം കണ്ടുകൊണ്ട് ആസ്വദിച്ച് നടക്കാണ്. നോക്കാം ഓള് ഈ തേയിലൊക്കെ നോക്കിയെടുക്ക. ഇതൊക്കെ ഇപ്പൊ എന്താ സാധനം നോക്കിയെടുക്ക. മിന്നോ ഇജ ആദ്യമായിട്ട് തേയിലത്തോട്ടം കാണും. മിന്നോ ഇജെന്നാണ്ട് ഇജ എവിടേക്ക് പോയപ്പോ കണ്ടല്ലോ, ആദ്യമായിട്ടാ കാണണേ. ഊട്ടി പോയപ്പോ ഇജ ഇറങ്ങിക്കണോ? ഇവിടെ ആദ്യമായിട്ടാണ് ഗൈസ് തേയിലത്തോട്ടത്തിൽ ഇറങ്ങണത്. ഇവിടെ അവിടുന്ന് ഇന്നലെ പോട്ടർ തുറന്നു പോവാ. വയനാടൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ആളെ കണ്ടു കിട്ടോ. എടി എന്റെ കൂട്ടുകാരത്തേക്ക് ജോളിലല്ലേ ഇത്രയും നേരം തെരഞ്ഞിന്. വർഗസ്നേഹമാണത്, വർഗസ്നേഹം. ഒന്ന് പോയേക്കാ. ഒന്നും കാട്ടൂല അത്. എന്തിനാട്ടാ? ഒന്നും കാട്ടൂലേ, ഒന്നും കാട്ടൂല. കണ്ടോ, ഓന് വരെ പേടില്ല, അതൊന്നും കാട്ടൂലടി. അപ്പോൾ വയനാട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പ്ലാന്റേഷൻ വില്ല റിസോർട്ട് എടുത്തോളിട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ചൂരൽമലയിലാണ്. അടിപൊളി ആംബിയൻസും വൈബുമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാം അവർ സെറ്റാക്കി തരും. ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാണ്.